അപ്പോൾ ആ ഒരു നിശ്ചിത അളവിലുള്ള സമ്മർദ്ദമാണ് ജീവനെ സ്വസ്ഥമായി നിലനിർത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു സമ്മർദ്ദം വേണം. വേണം. ഇപ്പോൾ അവബോധമില്ല, പരബോധമുണ്ട്. നാട്ടുകാരൻ എങ്ങനെ ഇരിക്കണം, അവൻ എങ്ങനെ ചിന്തിക്കണം, അവൻ എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നെല്ലാം നമുക്കറിയാം. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ ഉള്ളിലിങ്ങനെ ദേഷ്യം നുരഞ്ഞു പൊന്തും. എനിക്കിവനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ചിന്ത വരികയാണ്. പക്ഷെ ഇത് കാണിക്കാൻ പറ്റും. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസീസ്. ഈ മനസ്സിലുള്ളത് ശരീരത്തിൽ പെർമിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, സന്നിവേശിക്കപ്പെടുമ്പോൾ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങും. അങ്ങനെ പരസ്പരം കോശങ്ങൾ വെറുക്കുന്ന സിറ്റുവേഷനെയാണ് പ്രതിരോധശേഷി നഷ്ടപ്പെടും. അപ്പോഴുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സയില്ല. ഇല്ല. ഇത് ഈ വെറുപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ക്രമാതീതമായ ദേഷ്യത്തിൽ നിന്ന്, എന്നാൽ അടക്കപ്പെടുന്നു, അറ്റൻഡ് ചെയ്യപ്പെടുന്നില്ല. മാസ്റ്റർ ദ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനാദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് മാസ്റ്റർ ദ ബ്രത്ത്. പ്രകൃതിദത്തമായ രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ ഒരു 90% രോഗങ്ങളും ശരീരത്തിലുണ്ടാവില്ല. എന്നാൽ എപ്പോഴാണോ ഔഷധം ആവശ്യമുള്ളത്, ആ ഔഷധം നമുക്ക് വളരെ സ്വതന്ത്രമായും വളരെ സന്തോഷമായിട്ടും നമുക്കത് സ്വീകരിക്കാം. ഒരു ദോഷവും ചെയ്യില്ല. അത് അവസരത്തിൽ ഉപയോഗിക്കുന്ന വിഷമാണ്. എല്ലാ മരുന്നും വിഷമാണ്. എന്തിന്? ആഹാരം പോലും വിഷമാണ്. മരുന്നുകൾ എവിടെ പരാജയപ്പെടുന്നു, അവിടെ നിന്നാണ് പിന്നെ ഇത്തരം അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. ആ വിധി ആരാ നിർണയിച്ചിരിക്കുന്നത്? അവനവൻ തന്നെയാണ്. ആ ഞാൻ വിചാരിച്ചു ആരോ ആണ്. അവിടെ അതാണ് അജ്ഞത. ഈ അജ്ഞതയാണ് ഈ സ്ട്രെസ്സിൻ്റെ മൂല കാരണം. ഇത് പോകുമെന്ന് മാത്രമല്ല, ഇത് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആ ഹലോ, വെൽക്കം ടു യു ഇൻ യു മൈൻഡ്ഫുൾ. നമ്മൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് സ്ട്രെസ് എന്നുള്ളത്. ഇപ്പം സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു പദപ്രയോഗമാണ്. ഐ ഹവ് നോട്ടീസ് സമൺ സേയിങ് ലെറ്റ്സ് മാസ്റ്റർ സ്ട്രെസ്. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഇന്ന് യു ഇൻ യു മൈൻഡ്ഫുള്ളിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സിദ്ധയോഗിയും അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ഗുരു യോഗി ശിവനാണ്. വെൽക്കം ടു ദ ഷോ. നമസ്തേ. നമസ്തേ. ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ശരിക്കും എനിക്കറിയാം ഒരുപാട് ഈ ഹീലിംഗ് വില്ലേജിൽ ഒരുപാട് ഹീലിംഗ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, സിദ്ധയോഗ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നറിയാം. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ബേസ് ഒന്ന് തുടങ്ങാം. എന്താണ് ഗുരുജിയെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി എന്ന വാക്ക് സ്പിരിറ്റ് എന്ന് തുടങ്ങുന്നതാണ്. ഈ സ്പിരിറ്റ് എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്ക് സ്പൈറസ് എന്ന വാക്കും തുടങ്ങിയതാണ്. ശ്വാസം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജീവൻ എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നു, ആരെങ്കിലും പറയും ആൾ പോയി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് കൺഫേം ചെയ്യുക? കൈവച്ച് ശ്വാസമുണ്ടോ എന്ന് നോക്കും. ശ്വാസമുണ്ടെങ്കിൽ പറയും ഹേയ് ശ്വസിക്കുന്നു, പോയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ജീവനെയാണ് സ്പിരിറ്റ് എന്ന് പൊതുവേ പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ഹൃദയം ഇതൊക്കെ നമുക്ക് അറിയാം. എന്നാൽ ഇതിനകത്തൊരു ഞാനുണ്ടെന്ന് അറിയാമല്ലോ. ആ ഞാൻ ആരാ? അപ്പോൾ നമ്മൾ ഇദ്ദേഹം പറഞ്ഞില്ലേ, രമണ മഹർഷി, അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, ഹു ആം ഐ, ഞാൻ ആര്. ഈ ഞാൻ ആര് എന്ന ചോദ്യത്തിലെ ഞാൻ ആണ് പൊതുവെ അറിയാത്ത ആത്മാവെന്ന് പറയുന്നത്. ആ ആത്മാവിനെയാണ് നാം ഇംഗ്ലീഷിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് സത്യത്തിൽ അത് വാക്കുകൾക്ക് അതീതമാണ്. ഇതാദ്യമേ മനുഷ്യനുണ്ടായ കാലം മുതലേ ഈ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനുഭവിച്ച ഗുരുക്കന്മാർക്ക് അത് പറയാൻ കഴിയാതെ വന്നു. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സ്പെഷ്യൽ മിഠായി തന്നു എന്ന് വെക്കുക, ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് പറയാണ് ആ കൊള്ളാം. അപ്പം ഞാൻ ചോദിക്കും എന്ത് കൊള്ളാം? രുചിയുണ്ട്. എന്ത് രുചി? സോ ആ രുചിയെ പറയാൻ കഴിയില്ല, അതൊരനുഭവമാണ്. അപ്പോൾ പറയാവുന്നത് അതിൽ നെയ്യുണ്ട്, ശർക്കരയുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വ്യാവഹാരികമായ വാക്കുകളാൽ വിവരിക്കാവുന്ന ഒരു തലം വരെ ഉണ്ട്. അതാണ് വേദം എന്ന് പറയുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഞാനെന്ന ഒരു അനുഭവം, ഒരാനന്ദം, അത് പറയാൻ കഴിയില്ല. അത് സിദ്ധമാകുന്നതാണ്.
അപ്പോൾ ആത്മാവ് എന്നത് ഒരു അനുഭവമാണ്, ഒരു സിദ്ധതലമാണ്. അത് ഇന്ന് വരെ ആരും എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഗുരുജിയുടെ അടുത്ത് നിന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 കാര്യം. ഒന്ന്, പുറത്തല്ല ലോകം, അകത്താണ് ലോകം എന്ന് പറഞ്ഞതും, അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെസ്സിനെ നമുക്ക് മാസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാ കാര്യം, നിങ്ങളുടെ ഡയറ്റ് എന്താണ്, നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണ് എന്ന് ഇതൊക്കെ ഓക്കെ ആണെങ്കിലും ഒരാൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അയാൾക്ക് രോഗം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കൺക്ലൂഷൻ. നമ്മൾ വേറെ ഉത്തരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടായിരിക്കും ആ രോഗം ഉള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും സ്ട്രെസ് കൊണ്ടായിരിക്കും ആ രോഗം കുറച്ച് ഇൻറ്റൻസ് ആയത് എന്നൊക്കെ പറയുന്നത്. അപ്പം സ്ട്രെസ് എന്താണ്? സ്ട്രെസ് എന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ സമ്മർദ്ദം. മർദ്ദം അല്ലെങ്കിൽ സമ്മർദ്ദം അത്യാവശ്യമാണ്. എന്താണ് രക്തസമ്മർദ്ദം? ശരീരത്തിൽ ഒരു കൃത്യമായ അളവിൽ ഒരു പ്രഷർ, സമ്മർദ്ദം ഉണ്ടാകണം, അല്ലെങ്കിൽ രോഗിയാവും. ലോ ബ്ലഡ് പ്രഷർ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ രോഗമാണ്. ഹൈ ബ്ലഡ് പ്രഷർ രോഗമാണ്. അപ്പോൾ ആ ഒരു നിശ്ചിത അളവിലുള്ള സമ്മർദ്ദമാണ് ജീവനെ സ്വസ്ഥമായി നിലനിർത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു സമ്മർദ്ദം വേണം. അത് കൃത്യമായ അളവിലുള്ള സമ്മർദ്ദം വേണം. അത് കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അപ്പോൾ ഈ സമ്മർദ്ദം യഥാർത്ഥത്തിൽ മനസ്സിനും വേണം. മനസ്സിങ്ങനെ മന്ദമായിരുന്നിട്ടും കാര്യമില്ല, അമിതമായിട്ട് അഗ്രസീവായിട്ടും കാര്യമില്ല. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു മർദ്ദം. ഈ മർദ്ദത്തെ അറിവ് എന്നാണ് പറയേണ്ടത്. അതായത് നമ്മുടെ ശരീരം എന്ത്, നമ്മുടെ മനസ്സെന്ത് എന്നെങ്ങനെ പ്രവർത്തിക്കണം, ഇതിനെക്കുറിച്ച് ഉള്ളുകൊണ്ട് തിരിച്ചറിവ് അല്ലെങ്കിൽ അവബോധം എന്ന വാക്ക്. അവബോധം എന്ന വാക്ക് സാധാരണ നമ്മുടെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവില്ല. അവനവനെക്കുറിച്ചുള്ള ബോധത്തെ, അറിവിനെയാണ് അവബോധം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ അവബോധമില്ല, പരബോധമുണ്ട്. നാട്ടുകാരൻ എങ്ങനെ ഇരിക്കണം, അവൻ എങ്ങനെ ചിന്തിക്കണം, അവൻ എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നെല്ലാം നമുക്കറിയാം. പക്ഷെ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നെനിക്കറിയില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ സമ്മർദ്ദം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മർദ്ദം ഏത് നിലയിൽ നിർത്തണം എന്ന് എനിക്കറിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഇത് പരമർദ്ദമായി മാറുന്നത്. ഇത് രോഗമാണ്. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, കാർ ഓടിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾ, അയാൾ ഒരു ആക്സിഡൻറ്റിൽ പറ്റു, ഒരു വണ്ടിയും കയ്യിൽ കൊടുത്തിട്ട് ഒരാൾ അവനെ നിർബന്ധിക്കുകയാണ്, പെട്ടെന്ന് ഈ ആളിനെ ആശുപത്രിയിൽ എത്തിക്കും. ആ മനുഷ്യൻ്റെ സമ്മർദ്ദം എന്തായിരിക്കും? ഇവന് വണ്ടി ഓടിക്കാൻ അറിയില്ല. അവനെ എങ്ങനെയോ ആരെങ്കിലും കഴുത്തെ പിടിച്ച് തള്ളി സീറ്റ് കയറ്റി വണ്ടി കിടന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ കത്തി കാണിക്കുകയാണ്, എടുത്ത് വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ കണ്ടും കേട്ടുമുള്ള പരിചയം വെച്ചിട്ട് ഇവൻ വണ്ടി ഗിയറിട്ട് സ്റ്റാർട്ട് ചെയ്തു, വണ്ടി മൂവ് ചെയ്തു. ഇവൻ്റെ മനോനില എന്തായിരിക്കും? ആ വണ്ടിയുടെ പോക്ക് എങ്ങനെയിരിക്കും? അപകടം, അസ്വസ്ഥത, ഭയം എല്ലാം കൂടി ചേർന്ന ഒരു സന്നിഗ്ധ അവസ്ഥയാണ് ആ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതേസമയം നന്നായി കാർ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, അപകടാവസ്ഥയിൽ പെട്ടെന്ന് കാർ കിട്ടി, ഉടനെ വണ്ടി എടുത്തു, പിന്നെ ലൈറ്റൊക്കെ ഇട്ട് സ്മൂത്തായിട്ട് ഓടിച്ച് പോകുന്നു. എന്ത് സമ്മർദ്ദമുണ്ട് അവിടെ? ഒരു സമ്മർദ്ദവുമില്ല. ആൾക്കാർക്കൊരു ആശ്വാസം, ഓ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുമല്ലോ. ജീവിതം ഇതുപോലെയാണ്. ആ ഡ്രൈവറുടെ അവസ്ഥയാണ് ഇന്നത്തെ നാം ഓരോരുത്തരും. ആ കാറിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ശരീരം. ആ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ അത് വളരെ സ്മൂത്തായിട്ട് ഏത് പ്രതിബന്ധങ്ങളെയും നേരിട്ടങ്ങ് മുന്നോട്ട് പോകും, സ്വാസ്ഥ്യം തരും. ആ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ ആ കാറിൻ്റെ അവസ്ഥ അതെവിടെയെങ്കിലും കൊണ്ട് ചിടിക്കും. അതിലിരിക്കുന്നവർക്കും കണ്ടു നിൽക്കുന്നവർക്കും എല്ലാം മാനസികമായ ഒരു സമ്മർദ്ദം, ദുഃഖം കൊടുക്കും. ഇത്രയേ ഉള്ളൂ സ്ട്രെസ്. ഇനി ഇത് എന്താണ്? അനോളജിക്കൽ. ഇനി റിയലിസ്റ്റിക്. നമ്മുടെ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക താളത്തിലാണ്. ഋതം. ഒരു ദിവസത്തിൽ നമ്മൾ ഓരോരുത്തരും എത്ര പ്രാവശ്യം ശ്വസിക്കും? അറിയില്ല. 21,600 പ്രാവശ്യം നമ്മൾ 24 മണിക്കൂർ കൊണ്ട് ശ്വസിക്കും. അപ്പോൾ ആ ശ്വാസം ഒരു പ്രത്യേക താളക്രമത്തിലാണ് കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ നാം ഇതിനെക്കുറിച്ച് അവെയർ അല്ല. അപ്പോൾ ഒരു കാറിൻ്റെ, ഇപ്പോൾ കാറാണ് ഉദാഹരണം,
നമ്മുടെ വാഹനം അതുപോലെയാണ് ശരീരം ഒരു വാഹനമാണ്. അതിൻ്റെ പിസ്റ്റൻ്റെ റേറ്റ്, ഉം. ആ പിസ്റ്റൻ്റെ കമ്പൾഷൻ റേറ്റ് അനുസരിച്ചിട്ടാണ് ഉം. ഈ കാറിൻ്റെ സ്മൂത്തായിട്ടുള്ള ചലനം. ഉം. ഇതുപോലെ നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു ഗതി, ഉം. അതിനനുസരിച്ചിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മാനസിക സമ്മർദ്ദം കൊണ്ട് അസ്വസ്ഥനായ ഒരു മനുഷ്യനെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അയാൾ ആദ്യം പറയുന്നത്, ഇരിക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ, എന്നിട്ട് എണ്ണിക്കൊണ്ട് 1 2 3 4 5 1 2 3 4 5 Breathing. ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറയും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സ്ട്രെസ്സ് കുറഞ്ഞു വരുന്നത് കാണാം, അസ്വസ്ഥത കുറയും. എന്തുകൊണ്ട്? യഥാ പ്രാണ തഥാ മന. യോഗശാസ്ത്രവും ആയുർവേദ ശാസ്ത്രവും പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ പ്രാണൻ, ശ്വാസമാണ്. അപ്പോൾ ഈ പ്രാണനെക്കുറിച്ച് ഒരു ബോധവും നമുക്കില്ല, ഒരറിവുമില്ല. അറിവ് ശക്തിയാണ്, ഉം. അതാണ് ധൈര്യം. ഉം. എന്നാൽ അറിവില്ലായ്മയോ ദൗർബല്യം, ഭയം ഉണ്ടാക്കും. ഭയം ഉണ്ടാക്കും. ഇവിടെയാണ് പ്രശ്നം. നമുക്ക് നമ്മെക്കുറിച്ച് അറിയില്ല. ആ അറിവില്ലായ്മയാണ് സ്ട്രെസ്സിൻ്റെ മൂലകാരണം. എന്നാൽ ശ്വാസത്തിൻ്റെ ഗതിയിൽ മനസ്സിനെ ചേർത്ത് നിർത്തിയാൽ, എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് യോഗ ചെയ്യും. എന്താണ് യോഗ? കയ്യിൽ നിൽക്കുക, തല കീഴാൻ നിൽക്കുക, സർക്കസ് കാണിക്കുക. അതാണ് വെസ്റ്റേണൈസ്ഡ് യോഗ. സത്യത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ശരീര മനസ്സോ യോഗോ പരസ്പരം അനുവ്രജേത്. ശരീരവും മനസ്സും പരസ്പര പൂരകങ്ങളായി ചേർന്നിരിക്കുന്നു, യോജിച്ചിരിക്കുന്നു. അതാണ് യോഗം. ആ യോഗത്തെക്കുറിച്ചുള്ള അറിവാണ് നാം നേടേണ്ടത് യോഗ സാധനയിലൂടെ. ആ യോഗ സാധന ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് നമ്മെക്കുറിച്ച് അറിവില്ലാത്തതും അറിവില്ലായ്മയിൽ നിന്നുണ്ടായ ഭയവും രോഗവും ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ മൂലകാരണം അറിവില്ലായ്മയാണ്. എന്തിനെക്കുറിച്ച്? നമ്മെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തന തത്വത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ മാറ്റിയാൽ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ വ്യായാമം ചെയ്യണം, എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ ധ്യാനിക്കണം, എങ്ങനെ മരുന്ന് ഉപയോഗിക്കണം, ഈ 5 രീതിയിൽ നിങ്ങൾക്ക് പഞ്ചബലങ്ങളെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ, ഇത് മൃഗങ്ങൾക്കറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാട്ടിൽ ഞാൻ 4-4.5 വർഷം കാട്ടിൽ ജീവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന പക്ഷിമൃഗാദികളെ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അവർക്ക് അസുഖം വന്നാൽ അവരാദ്യം ചെയ്യുന്നത് പട്ടിണി കിടക്കും, ആഹാരം കഴിക്കില്ല. പിന്നീട് 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്നിട്ട് അവർ ഇങ്ങനെ കറങ്ങി നടന്ന് വല്ല പട്ടി പുല്ല് തിന്നുന്ന കാണാം, പുലി പുല്ല് തിന്നും. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ഒരു പ്രത്യേക ഗ്ലാൻഡ് അവർക്ക് ആക്റ്റീവ് ആകും. അതുവരെ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ അവർക്കൊരു ആസക്തി ഉണ്ടാകും. അപ്പോൾ പുല്ല് ഇങ്ങനെ മണത്ത് ചില പുല്ല് തിന്നും. അതിനർത്ഥം രോഗമുണ്ടാക്കിയ പ്രകൃതി മാതാവ് തന്നെ ഈ മൃഗത്തിനോട് പറയും, ആ പുല്ലാണ് ഇപ്പോൾ നിനക്ക് ഔഷധം. അതാണ് ആ പട്ടിയോ പുലിയോ കടുവയോ പോയി ആ പുല്ലോ മണ്ണോ ഒക്കെ തിന്നുന്നത്. അപ്പോൾ അവർക്കറിയാം ഔഷധം എങ്ങനെ സേവിക്കണമെന്ന്. പിന്നെ ഇന്നത്തെ യോഗയിൽ ഉള്ള എല്ലാം ശ്വാനാസനം, വ്യാഘ്രാസനം, സർപ്പാസനം, കുക്കുടാസനം, ഇതൊക്കെ എന്താണത്? മൃഗങ്ങളുടെ പേര്, മൃഗങ്ങളുടെ സ്ട്രെച്ച്. ഓരോരുത്തരും അവരവർക്ക് യുക്തമായ രീതിയിൽ ശരീരത്തെ സ്ട്രെച്ച് ചെയ്യും, അവരുടെ വ്യായാമം. അതിനെ കോപ്പി ചെയ്താണ് നമ്മുടെ ഈ ആസനങ്ങൾ ഉണ്ടാക്കിയത്. കോബ്ര പോസ്. യെസ്. അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് നോക്കിയാണ് എവിടെയാ മനുഷ്യാസനം? അങ്ങനെയൊന്നുമില്ല. മനുഷ്യന് മാത്രം ഇതറിയില്ല. എന്നാൽ ഇവനും ഉണ്ടൊരാസനം. ഒന്നല്ല, അവന് 9 ആസനങ്ങളുണ്ട്. അറിയില്ലത്. പക്ഷേ നാം ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഉള്ളിൽ നിന്ന് ഒരു ഗുരു ഉണർന്നു വരും. ആന്തരികമായ ഒരു ഉണർവ്, അതിനെ കുണ്ടലിനി. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ശക്തി, ഒരു അറിവിൻ്റെ തലമുണ്ട്. അത് ഉണർന്നു വരുമ്പോൾ നമ്മൾ മൃഗസമാനമായ വാസനാബലം ആർജിക്കും. മാൻ ഈസ് നത്തിങ് ബട്ട് എ സോഷ്യൽ അനിമൽ. ഇവിടെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ നമ്മുടെ ഉള്ളിലും പ്രകൃതിയുമായി സമരസപ്പെട്ട് നിൽക്കുന്ന ഒരു മൃഗം, ഒരു വാസന ഉറങ്ങിക്കിടപ്പുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി വി ഇഗ്നോർഡ് ദാറ്റ്. അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റലക്റ്റിനെ, ബുദ്ധിയെ മാത്രം ആശ്രയിക്കാൻ തുടങ്ങിയിടത്താണ് മനുഷ്യൻ പരാജയപ്പെട്ടത്, ആധുനിക മനുഷ്യൻ. എന്നാൽ പൗരാണിക മനുഷ്യൻ ബുദ്ധിയെയും വാസനയെയും ഒരുപോലെ ഉപയോഗിച്ചു. യോഗി. യൂണിയൻ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ഹാർട്ട് ഈസ് കോൾഡ് യോഗ. അങ്ങനെ നാം
ഇത് ഡെവലപ്പ് ചെയ്തെടുത്താൽ ഈ മൃഗസമാനമായിട്ടുള്ള വാസന ഉണർന്നു വരും. അങ്ങനെ ഉണർന്നു വന്നാൽ ആദ്യം അന്നബലം, ഞാൻ പറഞ്ഞ പഞ്ചബലങ്ങളിൽ അന്നബലം, യു വിൽ ഈറ്റ് ഫുഡ് ആസ് മെഡിസിൻ. അത് ഉള്ളിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ഒരറിവാണ്. 2, യു വിൽ സ്ട്രെച്ച് യുവർ ബോഡി ആസ് മെഡിസിൻ. ആസനാത് ഔഷധം. ആസനങ്ങൾ തന്നെയാണ്, വ്യായാമം തന്നെയാണ് ഔഷധം. 3, പ്രാണബലം എന്ന് പറഞ്ഞാൽ ബ്രത്ത്. യു വിൽ ലേൺ ഹൗ ടു ബ്രീത്ത് ഇൻ ആൻ എഫക്റ്റീവ് വേ. 4th ഈസ് മനോബലം. യു വിൽ ലേൺ ഹൗ ടു ഫോക്കസ് യുവർ മൈൻഡ്, മെഡിറ്റേഷൻ, ധ്യാനം. ഈ 4 ബലങ്ങളെയാണ് ചതുർബലം എന്ന് പറയുന്നത്. അന്നബലം, ആസനബലം, പ്രാണബലം, മനോബലം. ഇത് 4ഉം പ്രകൃതിദത്തമായി നമ്മിൽ നിന്ന് ഉണർന്നു വരും. സോ ദ ഫൗണ്ടേഷൻ ഓഫ് ഹെൽത്ത് ഈസ് ലെയ്ഡ്. ആരോഗ്യത്തിൻ്റെ, ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉറച്ചു. പിന്നെ എപ്പോഴെങ്കിലും ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ആ സമയത്താണ് പഞ്ചബലം, ഔഷധബലം കൊടുക്കേണ്ടത്. ഇറ്റ്സ് എ ടെമ്പററി ആപ്ലിക്കേഷൻ, നോട്ട് പെർമനൻറ്റ്. അപ്പോൾ ഇങ്ങനെ 5 ബലങ്ങളെയും യുക്തമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരു രോഗത്തിനും നമ്മെ കീഴടക്കാൻ കഴിയില്ല. നോ ഡിസീസ് ഈസ് ബിയോണ്ട് കൺട്രോൾ എന്ന് നമ്മുടെ ഇപ്പോൾ ആധുനിക ആചാര്യന്മാരും ആഴത്തിൽ പഠിച്ചവർ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു രോഗവും നിയന്ത്രണ അതീതമല്ല. അപ്പോൾ നമ്മൾ സ്ട്രെസ്സിനെ മാസ്റ്റർ ചെയ്യാനാണെങ്കിലും ഈ പഞ്ചബലമാണ് ഇന്നവേ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ അല്ലേ? പറഞ്ഞത്. ആ. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്, ആ. അത് രോഗമല്ല. ഇംബാലൻസ് Yes. നമുക്ക് തരുന്ന ഒരു മെസ്സേജാണ്. ഇംബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ് ശരിക്കും സ്ട്രെസ്, ആ, അല്ലേ? അത് നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ആ. ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്ത ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണത്? അവൻ എന്തെങ്കിലും സന്തോഷം കാണും. എന്നാൽ അറിയാവുന്നവനോ വളരെ എൻജോയ് ചെയ്ത് അവൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകില്ലേ. അതെ. അപ്പോൾ ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ്. ആ ഡ്രൈവിങ്ങിലുള്ള അറിവില്ലായ്മ സമ്മർദ്ദവും സ്ട്രെസ്സും, ആ ഡ്രൈവിങ്ങിലുള്ള അറിവ് ആനന്ദവും കൊടുക്കുന്നു. ജീവിതവും ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മുടെ മനസ്സ് ഡ്രൈവറും ശരീരം കാറുമാണ്. അപ്പോൾ ആ മനസ്സിനെ കൊണ്ട് കാറിൻ്റെ പ്രവർത്തനത്തെ പഠിപ്പിച്ച് അത് നന്നായി അറിവ് നേടിയാൽ വി വിൽ എൻജോയ് ദ ഡ്രൈവിംഗ് ഓഫ് ലൈഫ്. അതർവൈസ് ദ ഹോൾ ലൈഫ് വിൽ ബി എ സ്ട്രെസ്. ഇപ്പോൾ ഒരു ഇംബാലൻസിന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ് സ്ട്രെസ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഈ ഇംബാലൻസിൻ്റെ റീസൺ എന്താണ് ഒരു സ്പിരിച്വൽ പേഴ്സ്പെക്റ്റീവിൽ? നാം ജീവിതത്തിൽ നേരിടുന്ന പല സന്ദർഭങ്ങളുമുണ്ട്, അൺഅവോയ്ഡബിൾ, ഇല്ലേ? ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഗുണദോഷങ്ങളെ നേരിട്ടല്ലേ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. ഒരു ഓഫീസിലെ സ്റ്റാഫ് ബോസിൻ്റെ ഗുണത്തെയും ദോഷത്തെയും ഹാൻഡിൽ ചെയ്തേ മതിയാവും. ഒരു ഡ്രൈവർ റോഡിൽ കാണുന്ന സർവ്വ അഭ്യാസങ്ങളെയും നേരിട്ടേ മതിയാവും. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളാണ് നമുക്ക് എപ്പോഴും ചുറ്റുമുള്ളത്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽ ചേഞ്ചസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയണം. സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും. അതായത് നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടി ശരീരം തന്നെ ചില കെമിക്കൽസ് ഉണ്ടാക്കും, കോർട്ടിസോൾ പോലെ. അപ്പോൾ ചിലപ്പോൾ അത് തടയാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ രംഗത്തിൽ നിന്ന്, ആ സന്ദർഭത്തിൽ നിന്ന് ഒളിച്ചോടാനോ ശരീരം ഈ ഹോർമോൺസിനെ ഉണ്ടാക്കും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇത് നമ്മുടെ ജന്മസിദ്ധമായൊരു കഴിവാണ്. പക്ഷേ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ചില സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി പോകും. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഒരു പവർഫുള്ളായിട്ടുള്ള ബോസ് ഉണ്ടെന്ന് വയ്ക്കുക. ജോലി എനിക്ക് നഷ്ടപ്പെടാനും പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ചെയ്ത കാര്യം 100% ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ബോസിനത് ബോധ്യപ്പെടുന്നില്ല. സോ ഹീസ് ഷൗട്ടിങ്. അപ്പോൾ എനിക്ക് തിരിച്ച് ഷൗട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഉള്ളിലിങ്ങനെ ദേഷ്യം നുരഞ്ഞു പൊന്തും. എനിക്കിവനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ചിന്ത വരികയാണ്. വരുമ്പോൾ എന്ത് പറ്റും? എൻ്റെ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യണം. അത് ക്രമാതീതമാകുമ്പോൾ ദേഷ്യം ഇങ്ങനെ നുരഞ്ഞു പൊന്തും. പക്ഷെ അത് കാണിക്കാൻ പറ്റും. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസീസ്. അപ്പോൾ ഈ ഹോർമോൺ
സപ്രസ് ചെയ്യുന്നു. സപ്രസ് ചെയ്യാണ്. എവറി സപ്രഷൻ ഐദർ വിൽ ലീഡ് ടു എ ഡിപ്രഷൻ ഓർ ആൻ അഗ്രഷൻ. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. അപ്പോൾ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആ അസ്വസ്ഥത ഹോർമോണായിട്ട് ഉള്ളിൽ നിന്നിട്ട് അത് മറ്റു രൂപത്തിൽ പുറത്തു വരും. ഇത് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഈ ബോഡി സമ്മർദ്ദം, നേരത്തെ പറഞ്ഞ എക്സസ് സ്ട്രെസ്, ആ ഒരു സമ്മർദ്ദം ഈ കോശങ്ങളുടെ ഘടനയെ വിപരീതമായി ബാധിക്കും. ബാധിക്കുമ്പോൾ എനിക്ക് ഈ ബോസിനോട് സ്ട്രെസ് ഉണ്ട്, ദേഷ്യമുണ്ട്, അമർഷമുണ്ട്, വെറുപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലാണ്. യുവർ മൈൻഡ് ഈസ് മാനിഫെസ്റ്റിംഗ് ആസ് മാറ്റർ, മൈൻഡ് ഈസ് കൺവേർട്ടിങ് ഇറ്റ് സെൽഫ് ഇൻ ടു ബോഡി. അപ്പോൾ ഈ മനസ്സിലുള്ളത് ശരീരത്തിൽ പെർമിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, സന്നിവേശിക്കപ്പെടുമ്പോൾ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങും. അങ്ങനെ പരസ്പരം കോശങ്ങൾ വെറുക്കുന്ന സിറ്റുവേഷനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. അപ്പോഴുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സയില്ല. ഈ വിറ്റിലിഗോ എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്, വെള്ളപ്പാണ്ട്. പിന്നെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ക്യാൻസർ, ഇതുപോലുള്ള ഈ ഗണത്തിൽ വരുന്ന ചികിത്സയ്ക്ക് മരുന്നിന് അതീതമായി വരുന്ന രോഗങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും. ഇത് ഈ വെറുപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ക്രമാതീതമായ ദേഷ്യത്തിൽ നിന്ന്, എന്നാൽ അടക്കപ്പെടുന്നു, അറ്റൻഡ് ചെയ്യപ്പെടുന്നില്ല. ഇതിൻ്റെ ഔട്ട്കമാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെയും സ്ട്രെസ്സ്, മാസ്റ്റർ ദ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനാദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് മാസ്റ്റർ ദ ബ്രത്ത്. പിന്നെ നാം ഒരു ചിട്ടയായിട്ട് അഭ്യാസ രൂപത്തിൽ ശ്വാസഗതി പഠിച്ചാൽ ഈ ശരീരത്തിന് അവസരോചിതമായ ആഹാരത്തെ ശരീരം തന്നെ നിർദ്ദേശിക്കാൻ തുടങ്ങും. അങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഗർഭിണികൾ തുടക്കത്തിൽ ആദ്യത്തെ 1, 2, 3 മാസത്തിനകത്ത് അമ്മയാകുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ, സ്ത്രീകളെ, അവർ അതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില ആഹാരത്തെക്കുറിച്ച് ഒരു ആർത്തി അവർക്കുണ്ടാവും, അല്ലേ? എന്തുകൊണ്ടാണത്? വയറിൽ ആ വളർന്നു വരുന്ന കുഞ്ഞിന് എന്താണോ ആവശ്യം, ആ ആവശ്യം ഒരാഗ്രഹമായി അമ്മയിൽ ജനിക്കും. അതാണ് അമ്മയ്ക്ക് അതുവരെ താല്പര്യമില്ലാത്ത ആഹാരം ഓടി നടന്നത് കഴിക്കുന്നത്. കാരണം കുട്ടിക്ക് അത് ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ശരീരം തന്നെ നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രദ്ധ ഈ ബാഹ്യ വിഷയങ്ങളിൽ അങ്ങ് കെട്ടപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആന്തരികമായി നാം അത് കേൾക്കുന്നില്ല. ഇതിനാണ് വാസന എന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ അല്പം ബോധപൂർവം ശ്രമിച്ചാൽ നമുക്ക് എന്ത് ഭക്ഷിക്കണമെന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നിർദ്ദേശം തരും. അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രെസ്സിനെ നമുക്ക് കൃത്യമായി ആഹാരത്തിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 2, ആധുനിക മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഡിന്നറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്ന എത്ര ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കിട്ടും? ആരുമില്ല, മനുഷ്യനൊഴിച്ച്. The moment you violate the law of nature, nature will punish you. Every action will have equal and opposite reaction. നിങ്ങൾ പ്രകൃതിയുടെ നിയമത്തെ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ദഹനശക്തി കുറവായിരിക്കും. സൂര്യാസ്തമനം കഴിഞ്ഞാൽ സെറോട്ടോണിൻ്റെ അളവ് കൂടും. അതായത് ബോഡി ഉറക്കത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പ്രകൃതിദത്തമായി. പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് നാം വയറ് നിറയെ ആഹാരം കഴിക്കും. അതും രജോ ഗുണപ്രധാനമായിട്ടുള്ള ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെയാണ്. ഇത് ദേഹത്തിന് ദഹിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ക്രമാതീതമായ ശക്തി അവിടെ അപ്ലൈ ചെയ്യപ്പെടണം. അപ്പോൾ പ്രകൃതി കൊടുക്കുന്ന സൂര്യരശ്മി ഇല്ല. പിന്നെ ആകെ ഉള്ളത് ആന്തരികമായ കുറച്ച് ചൂടാണ്, ദഹനശേഷി. അതിൻ്റെ ശേഷിക്കപ്പുറമുള്ള അളവിലും ഇനത്തിലുമാണ് ആഹാരം കൊടുക്കുന്നത്. സോ ദാറ്റ് ഫുഡ് ഹാബിറ്റ് ഈസ് മേക്കിംഗ് യു സ്ട്രെസ്ഡ്. ഇത് ഒരു കാര്യം. അപ്പോൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്നത് തെറ്റ്. പിന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്കത് കഴിച്ചേ മതിയാവും. പക്ഷേ അത് ലളിതവും സ്നിഗ്ധവുമായിട്ടുള്ളത് കഴിക്കുക. അതുകൊണ്ടാണ് പഴയ കാലത്ത് പൊടിയേരി കഞ്ഞി, രാത്രി കാലങ്ങളിൽ കഞ്ഞിയും പയറും ഒക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം മൃദുത്വമുള്ളതും ദഹിപ്പിക്കാൻ എളുപ്പമുള്ളതും തേങ്ങാപ്പാൽ ചേർത്തതും.
അപ്പോൾ ഇത് ശരീരത്തിന് വലിയ സ്ട്രെയിൻ കൊടുക്കണ്ട, ചെറിയ ചൂടോട് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ദഹിച്ചോളും. അപ്പോൾ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം ഉറക്കമെന്ന് പറയുന്നത് ശരീരത്തിലുള്ള സർവ്വ പ്രവർത്തനങ്ങളെയും ഷട്ട് ഡൗൺ ചെയ്തിട്ട് രക്തത്തെ മുഴുവൻ തലച്ചോറിലേക്ക് എടുക്കും. ഈ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളിനെ തട്ടിയിളക്കിയാൽ അയാളുടെ കണ്ണ് ചുവന്നിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ബിക്കോസ് ബ്ലഡ് ഈസ് ബീയിങ് റൊട്ടേറ്റഡ്. അതുമല്ല, അവരെ കണ്ണിങ്ങനെ ഭയങ്കര സ്പീഡിന് സ്പിൻ ചെയ്യും ഉറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്രതിഭാസമാണ് ഉറക്കം. അപ്പോൾ ആ ഉറക്കത്തെ കൃത്യമായി പ്രകൃതിദത്തമായ രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ ഒരു 90% രോഗങ്ങളും ശരീരത്തിൽ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ മനുഷ്യൻ മയങ്ങുകയാണ്, ഉറങ്ങുകയല്ല. നമ്മൾ ബെഡിൽ കിടക്കും, ഫീൽ ചെയ്യുന്ന ഉറങ്ങുന്നതാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ടോട്ടൽ ഷട്ട് ഡൗൺ നടക്കുന്നില്ല. എന്തുകൊണ്ട്? 1 വിരുദ്ധ ആഹാരം, 2 നമ്മുടെ ഈ ചിന്തിക്കുന്ന വിഷയങ്ങൾ. പണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് രാമായണം വായിക്കും, അല്ലെങ്കിൽ മഹാഭാരതം വായിക്കും, ഗീത വായിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കഥാരൂപത്തിൽ ആണെങ്കിൽ പോലും അനന്തമായ ചൈതന്യത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ചാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈൻഡ് വിൽ ഫെയിൽ ടു മേക്ക് എ ഫോം. ഇപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സാലോചിക്കും, ഈ സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നത്. ഇറ്റ് വിൽ ഫെയിൽ ടു ഫോം. മനസ്സ് വിഷ്വൽസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് അനന്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ മൈൻഡ് വിൽ ഡിസൈഡ് ദാറ്റ് എന്നെ കൊണ്ട് പറ്റില്ല ഇത് ചിന്തിച്ചെടുക്കാൻ. അതിനെന്ത് ചെയ്യാം? ഉറങ്ങിക്കളയാം. സോ നാച്ചുറലി ഇത് വായിക്കുമ്പോൾ ഇവന് ഉറക്കം വരും, ഇതവിടെ വയ്ക്കും, ഉറങ്ങും, മനസ്സിലൊരു വിഷയവുമില്ല. അതേസമയം നാളെ എനിക്ക് കോടതിയിൽ പോകേണ്ട കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ കോടതി മുറികൾ എൻ്റെ മുന്നിൽ വരും, വാദങ്ങൾ വരും, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഐ നെവർ സ്ലീപ്പ്. പക്ഷേ പതുക്കെ ഒന്ന് മയങ്ങുന്ന പോലെ തോന്നും. രാവിലെ എണീക്കുമ്പോഴോ ഉറക്കം ശരിയായില്ല എന്ന ക്ഷീണം. അപ്പോൾ വയറിൽ അമിതമായ ആഹാരം ലോഡ്, അത് ദഹിപ്പിക്കാൻ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മനസ്സിൽ വിഷയങ്ങൾ. അപ്പം മനസ്സും ശരീരവും എല്ലാം സ്ട്രെസ്ഡ്, ഓവർ സ്ട്രെയിൻഡ്. എന്തുകൊണ്ട്? ചിന്തകൾ കൊണ്ടും ആഹാരം കൊണ്ടും നിറച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം ഇങ്ങനെ ചില ചിട്ടകളിലൂടെ, ലളിതമായ ചിട്ടകളിലൂടെ, ത്യാഗങ്ങളിലൂടെ, അമിത ആഹാരത്തെ ത്യജിക്കുക, അമിത ചിന്തയെ ത്യജിക്കുക, ഇങ്ങനെ 2 ചെയ്താൽ തന്നെ സ്ട്രെസ്സിന് വലിയൊരു പരിഹാരമാകും. നമ്മൾ ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ ക്വിക്കായിട്ടുള്ള ഫിക്സ് ആണല്ലോ എല്ലാം നോക്കുന്നത്. നമ്മൾ തലവേദന വന്നു, നമ്മളൊരു മെഡിസിൻ എടുത്ത് കഴിച്ചു. പനി വന്നു, നമുക്കറിയാം മെഡിസിൻസ് പേരൊക്കെ നമുക്കറിയാം. നമ്മൾ മെഡിസിൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് കഴിച്ചു. കുഞ്ഞിന് കോൾഡ് വന്നു, നമുക്കൊരു സിറപ്പ് ഉണ്ട്, നമ്മളത് കൊടുത്തു. നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവണു, BP ഉണ്ടാവണു, അതിന് നമ്മൾ മരുന്ന് കഴിക്കണം. ആ കഴിക്കുന്ന മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് വേറൊരു അസുഖം വരുന്നു, അതിന് നമ്മൾ വേറൊരു മരുന്ന് കഴിക്കും. നമ്മൾ ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന മോഡേൺ മനുഷ്യന്മാർ വിചാരിക്കുന്ന ഇതിന് പ്രൂഫുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അംഗീകരിച്ച് വരുന്നതായതുകൊണ്ടും ഇതൊരു ക്യാപ്സ്യൂൾ രൂപത്തിലായതുകൊണ്ടും ദീസ് ആർ ദ കെമിക്കൽസ് വിച്ച് ഇസ് ഗോണ ട്രീറ്റ് അസ് എന്നാണ് നമ്മുടെയൊക്കെ ധാരണ. ഞാനും അങ്ങനെ ധരിക്കുന്ന ഒരാളാണ്, ഞാനും അങ്ങനെ മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. ഇത് കാണുന്നവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു ബാലൻസ് എവിടെയാണ്? മരുന്നില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയില്ല. പ്രകൃതിയിൽ തന്നെ എന്തിനാ ഔഷധം ഉണ്ടാക്കിയത്? അതെ. അതിൻ്റെ ആവശ്യകത പ്രകൃതിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഉണ്ടാക്കിയതും ബുദ്ധിയുള്ള മനുഷ്യർ അത് കണ്ടെത്തിയതും. ഇവിടെ സംഭവിക്കുന്നത് നമുക്കിത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്നറിയാതായിപ്പോയി. അതുകൊണ്ടാണ്. ഇപ്പോൾ കമേഴ്സ്യലിസം പറഞ്ഞു. ഈ എപ്പോഴാണോ ആവശ്യക്കാർ കൂടുന്നത് അവിടെ വിതരണക്കാരും കൂടും. അപ്പോൾ ആവശ്യക്കാർ കുറയണമെങ്കിൽ അറിവുള്ളവർ കൂടണം. ഇപ്പം നേരത്തെ പെയിൻ കില്ലർ വേണ്ടേ? ഇപ്പോൾ എനിക്കൊരു തലവേദനയുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു മീറ്റിംഗാണ്. ആ സമയത്ത് ഞാൻ തലവേദനയോടുകൂടി പോകണോ, ഒരു മരുന്ന് കഴിച്ച് തലവേദന മാറ്റിയിട്ട് അത് അറ്റൻഡ് ചെയ്യണോ? മരുന്ന് കഴിക്കണം. ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു മുറിവുണ്ട്, അപ്പോൾ അവിടെ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനായി അതാകെ പ്രശ്നമാവും. അപ്പം മരുന്ന് വേണം. പനി വന്നാൽ അതിനൊരു മരുന്ന് വേണം. അപ്പോൾ ഇതൊക്കെ അവസരോചിതമായി ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 4 ബലങ്ങൾ, ചതുർബലങ്ങളെക്കുറിച്ച് നമ്മുടെ അവബോധം, അവനവനെക്കുറിച്ചുള്ള ബോധം
ശൈശവ ദശയിൽ തന്നെ പഠിപ്പിച്ച് തുടങ്ങണം. അതായത് നിങ്ങൾ എങ്ങനെയാണോ യുക്തമായ ആഹാരം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. ധ്യാനിക്കുന്നതിന് പകരമാണ് പണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രെയർ, അത് ഇംഗ്ലീഷ് വാക്ക്. പ്രാണനെ അർത്ഥിക്കുന്ന പ്രക്രിയയാണ് പ്രാണാർത്ഥന അഥവാ പ്രാർത്ഥന. പ്രാണനം എന്ന് വെച്ചാൽ ജീവൻ. എന്നാൽ എപ്പോഴാണോ ഔഷധം ആവശ്യമുള്ളത്, ആ ഔഷധം നമുക്ക് വളരെ സ്വതന്ത്രമായും വളരെ സന്തോഷമായിട്ടും നമുക്കത് സ്വീകരിക്കാം. ഒരു ദോഷവും ചെയ്യില്ല. അത് അവസരത്തിൽ ഉപയോഗിക്കുന്ന വിഷമാണ്. കേട്ടിട്ടുണ്ട്? അവസരത്തിൽ ഉപയോഗിക്കുന്ന വിഷം. എല്ലാ മരുന്നും വിഷമാണ്. എന്തിന്? ആഹാരം പോലും വിഷമാണ്. നാം ഇപ്പം അമിതമായ ആഹാരം കഴിച്ചാൽ എന്തോ അസ്വസ്ഥത ഉണ്ടാവില്ല. വളരെ കുറച്ച് ആഹാരം കഴിച്ചാലും അസ്വസ്ഥത ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നിലവിലുള്ള എല്ലാ മെഡിസിൻസും, പിന്നെ പലരും പറയും ആയുർവേദ മരുന്ന് വളരെ സുരക്ഷിതമാണ്. ഇതൊക്കെ വിഷമാണ്. ഈ വാശാരിഷ്ടം എന്നൊരു അരിഷ്ടമുണ്ട്, കഫത്തിന് കൊടുക്കുന്ന മിക്കവാറും കൊടുക്കുന്നതാണ്. ആടലോടകമാണ് അതിൻ്റെ എസൻസ്. ആടലോടകം ക്രമാതീതമായി കഴിച്ചാൽ വിഷമാണ്, അത് ഛർദ്ദിക്കും. പിന്നെ അതിനേക്കാൾ അല്പം കൂടി പിന്നെ എഫക്റ്റ് കൂടിയ കഫകാരിയായ ഒരു മെഡിസിനാണ് കനകാസോ എന്ന് പറയും. ഉമ്മം എന്ന് പറഞ്ഞൊരു ഇതില്ലേ, കായില്ലേ, ഉമ്മത്തുങ്ക, വിഷമാണത്. അതിനെ ശുദ്ധി ചെയ്ത് ഒരു പ്രത്യേക അളവിലാണ് ഈ കനകാസവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് കിട്ടുന്ന അലോപ്പതി മെഡിസിൻ്റെ ഭൂരിഭാഗവും ഈ സ്നേക്ക് വെനമാണ്, പാമ്പിന് വിഷമാണ്. അപ്പോൾ വിഷവും മരുന്നുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോസേജാണ്. അതുകൊണ്ടാണ് കാലം, ദേശം, പ്രമാണം എന്ന് പറയുന്നത്. നമ്മൾ ഏത് എൻവയോൺമെൻറ്റിലാണത് കഴിക്കുന്നത്, എത്ര കാലഘട്ടത്തിൽ, എത്ര പീരീഡാണത് കഴിക്കേണ്ടത്, ഏത് അളവിൽ കഴിക്കണം, ഇത് മൂന്നും കൂടെ ചേർത്താൽ ആ വിഷമാണ് ഔഷധമായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതിൽ മൂന്നിൽ കാലം, ദേശം, പ്രമാണം, ആ കഴിക്കുന്ന എൻവയോൺമെൻറ്റും പീരീഡും കാലം ഡോസും തെറ്റിയാൽ ഇറ്റ് വിൽ വർക്ക് ആസ് പോയ്സൺ. അപ്പോൾ ഇത് ഔഷധം ഒരിക്കലും ഒരു അപകടമല്ല, വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് അത്യന്താപേക്ഷിതവുമാണ്. പക്ഷേ അതിനേക്കാൾ ആവശ്യമുള്ളത് നമ്മുടെ ദിനചര്യ, സ്വയം പ്രതിരോധ സംവിധാനത്തെ, അതും കോംപ്രിഹെൻസീവായിട്ട് ആ ഒരു അടിസ്ഥാന തലത്തിൽ തന്നെ ഈ ചതുർബലങ്ങൾ, അന്നവും ആസനവും പ്രാണവും മനവും, ഇത് നാലും നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി അതൊരു ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോയാൽ എപ്പോഴാണോ സാഹചര്യങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഔഷധ സേവ ആവശ്യം, അത് യുക്തമായി ഉപയോഗിക്കാനും പൂർണ്ണ ഫലവും തരും, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ. ഇനി നമ്മൾ പല സമയത്തും പറയാറുണ്ട്, നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ജനറേഷനലി നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ്. ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛനും ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ ടെൻഷൻ ആവുമ്പോൾ ബിഹേവ് ചെയ്യുന്നത്. ചിലർ പറയും അസുഖങ്ങളെയൊക്കെ കുറിച്ചുള്ള ആങ്ഷ്യസ് ആയിട്ടുള്ള പാരൻസ് ഒക്കെ ഉള്ളവർ പറയും അതേപോലെ എനിക്കത് കിട്ടിയിട്ടുണ്ട്, എനിക്കും എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാലോ ഇതെനിക്കുണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്ന് തോന്നും. അപ്പോൾ ശരിക്കും ഗുരുജിയുടെ ഒരു അഭിപ്രായത്തിൽ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടോ ജനറേഷനലി? നമുക്ക് മുന്നേ ഉള്ള ജനറേഷനിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടോ സ്ട്രെസ്സിൻ്റെ? ഉണ്ട്. അതായത് ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് എൻ്റെ ഇന്നത്തെ ജീവിതം എൻ്റെ മുന്നേ പോയ 7 തലമുറയുടെ മെമ്മറിയാണെന്നാണ്. 7 ജനറ്റിക് മെമ്മറി ഈസ് മൈ ലൈഫ്. എൻ്റെ അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മാമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇങ്ങനെ 7 തലം വരെ പോയിട്ട് അതിൻ്റെ ബാക്കിയാണത്. ഇത് ആധുനിക ശാസ്ത്രം പറയുന്നത് ദ ജനറ്റിക് മെമ്മറി ഈസ് ദെയർ ഇൻ 7 ലെയേഴ്സ്. പൗരാണിക ശാസ്ത്രം പറയുന്നു ഈ 7 മാത്രമല്ല, ഇനി ജനിക്കാൻ പോകുന്ന 7 കൂടി നമ്മുടെ ഉള്ളിൽ മെമ്മറി ആയിട്ടുണ്ടെന്നാണ്. ഈ 7 14 ലോകങ്ങൾ എന്ന് പറയുന്ന പാസ്റ്റ് മെമ്മറീസും ഫ്യൂച്ചർ മെമ്മറീസും ഇതിനകത്ത് ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ഇനി ഇത് ഞാൻ കുറച്ച് പഠിച്ചിട്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എടുത്തു ചാടി വിശ്വസിക്കില്ല. ഞാൻ അല്പം സ്കെപ്റ്റിക്കലാണ് എല്ലാ കാര്യത്തിലും. അവിടെ എനിക്കൊരു ധൈര്യം കിട്ടിയത് വിവേകാനന്ദ സ്വാമിയിൽ നിന്നാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രുതി, യുക്തി, അനുഭവം, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ കേൾക്കാം, വായിക്കാം. അതാണ് ശ്രുതി.
കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ദെൻ യുക്തിപൂർവം ചിന്തിക്കുക. ഉം. നിൻ്റെ ബുദ്ധിക്ക് വഴങ്ങുമെങ്കിൽ മാത്രം അതെടുക്കുക. എടുക്കുക. എടുത്താൽ പിന്നെ അത് ബ്രിങ് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്, ഉം. അനുഭവത്തിൽ കൊണ്ടുവരിക. ഉം. ഇത് ഈ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഉം. ഈ ദൈവത്തിൻ്റെ കാര്യവും ഈ ആത്മാവിൻ്റെ കാര്യവുമെല്ലാം ഞാൻ വായിച്ചതും ചിന്തിച്ചതും ഒടുവിൽ ഞാനത് സാധന ചെയ്ത് അനുഭവത്തിൽ കൊണ്ടുവന്നതും അങ്ങനെയാണ്. ഉം. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും ദൈവം ഉണ്ടോ എന്ന്. ഉം. ഉണ്ട് എന്ന് തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയും. കാരണം ഞാനത് കേട്ടിട്ടുണ്ട്, ഉം. പിന്നെ അത് ചിന്തിച്ച് ഉറപ്പിച്ചു, ഉം. എന്താണെന്ന് അനുഭവത്തിലും. അനുഭവത്തിലും കൊണ്ടുവന്നു. സോ ഐ ക്യാൻ ഡിക്ലെയർ ദാറ്റ് യെസ് ദർ ഈസ് ഗോഡ്. അപ്പോൾ പിന്നെ ചോദ്യം വരും, അത് വേറെ, അപ്പോൾ അത് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വിഷയം ചുരുക്കം ചില വർഷങ്ങൾ, ചുരുക്കം ചില ദിവസത്തിൽ ചുരുക്കം ചില മണിക്കൂറുകൾ ഞാൻ ഈ അന്വേഷണത്തിന് ഉപയോഗിച്ചപ്പോൾ ഇത്രയും കിട്ടിയെങ്കിൽ ഉം. ഒരു ജീവിതകാലം മുഴുവൻ ഈ അന്വേഷണത്തിന് ഉപയോഗിച്ച മനുഷ്യൻ്റെ അറിവിൻ്റെ തലം എന്തായിരിക്കും? ചിന്തിക്കുക. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പൂർവ്വജന്മാർജിതമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സന്തതി പരമ്പരകളിലേക്കും ഇത് പോകും. ഇനി ഇത് പോകുമെന്ന് മാത്രമല്ല, ഇത് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? കുറച്ച് പയർ വിത്തെടുക്കുക, ഇതെവിടെയെങ്കിലും ഇട്ടേക്കുക. ഇതെത്ര 1000 വർഷങ്ങൾ വേണമെങ്കിലും ഇത് ഹൈബർനേഷനിൽ അവിടെ കിടക്കും. എന്നാൽ അനുകൂല സാഹചര്യം വരുമ്പോൾ ഇത് മുളച്ചു വരും. എന്നാൽ ഈ പയർ വിത്തിനെ നിങ്ങളൊരു ഫ്രൈയിങ് പാനിലിട്ട് നന്നായിട്ട് വറക്കുക, എന്നിട്ട് എവിടെയെങ്കിലും കളഞ്ഞേക്ക്. ഏത് സാഹചര്യം വന്നാലും അതിന് കിളുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? തപിപ്പിച്ചു, ചൂടാക്കി. അതുകൊണ്ട് അതിനകത്തുള്ള ജീവബോധത്തെ എരിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു. ഇതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള പൂർവജന്മ സംസ്കാരങ്ങളെ യോഗാഗ്നിയിൽ ദഹിപ്പിക്കാം. അതാണ് തപസ്. തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കുക എന്നാണ്. അപ്പോൾ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കുക. എവിടെയാണോ എനർജി കേന്ദ്രീകരിക്കുന്നത് അവിടെ ചൂടുണ്ടാവുമെന്നറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ പ്രകാശമുണ്ട്, ഇവിടെ ഒന്നും കത്തുന്നില്ല. പക്ഷേ ഒരു ഹൈ പവർ ലെൻസ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിനെ ഫോക്കസ് ചെയ്ത് ആ സോഫയിലേക്ക് പിടിപ്പിച്ചാൽ അവിടെ തീ കത്തും. അപ്പോൾ ഡൈവേർജ് ചെയ്ത് നിൽക്കുന്ന രശ്മികളെ കൺവേർജ് ചെയ്തൊരു പോയിന്റ് കൊണ്ടുവന്നാൽ ചൂടുണ്ടാവും. നമ്മുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഇറ്റ് സ്പ്രെഡ് ടു ദ ഹോൾ യൂണിവേഴ്സ്. അതിനെ ഈ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ, ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവിടെ ക്രമാതീതമായ ചൂടുണ്ടാവും. അങ്ങനെ മനഃശക്തി കൊണ്ട് ചൂടുണ്ടാക്കുന്ന പ്രക്രിയയാണ് തപസ്. അത് ചെയ്യുന്നവനാരോ അവൻ താപസൻ. അത് കാട്ടിലും ഗുഹയിലിരുന്നല്ല ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലിരുന്ന് പോലും നമുക്കത് ചെയ്യണം. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിബലത്തെ വർദ്ധിപ്പിച്ചാൽ ഈ തലമുറകളിലായി കിടക്കുന്ന ജനറ്റിക് മെമ്മറികളെ, പൂർവ്വജന്മാർജിത സംസ്കാരങ്ങളെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റും, എരിച്ചു കളയാൻ പറ്റും. അങ്ങനെയെങ്കിൽ എൻ്റെ അപ്പൂപ്പന് ക്യാൻസറിൻ്റെ ഒരു പീഡനം ഉണ്ടായിരുന്നു, അത് എന്നിലേക്കും പെർമിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ലൈഫിൽ തന്നെ അതിൽ നിന്ന് മുക്തമാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രാണായാമം ചെയ്ത് ശരീരതാപത്തെ വർദ്ധിപ്പിച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്യാൻസർ സാധ്യതയെ ഞാൻ എരിച്ചു കളയും. സോ വിധിയെ നമുക്ക് മാറ്റി എഴുതാം. അതുപോലെ ഇനി എൻ്റെ കുട്ടികളിലേക്കും എൻ്റെ ചെറുകുട്ടികളിലേക്കും പോകാനുള്ള സാധ്യതകളും ഞാൻ ഇവിടെ വെച്ച് തന്നെ കട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ പൂർവ്വ ജന്മാർജിതമായ കാര്യങ്ങൾ നമുക്ക് ഈ ലൈഫിലുണ്ടാകും. പക്ഷേ ഈ ലൈഫിൽ അത് നിലനിർത്തണോ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്. ഇപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ് ഇന്ന് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഹീലിംഗ്. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുന്നേ നമ്മൾ ആ ട്രോമ എന്നോ അല്ലെങ്കിൽ ഹീലിംഗ് എന്നൊന്നും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഗുരുജിയുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ എന്താണ് ഹീലിംഗ്, എങ്ങനെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്? ഹീലിംഗ് എന്ന വാക്കിൻ്റെ മലയാളം സത്യത്തിൽ എനിക്കറിയില്ല. രോഗമുക്തി എന്ന് വേണമെങ്കിൽ പറയാം, ഉണക്കുക, പൊറിപ്പിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അല്ലാതെ ഒരു ആപ്റ്റ് വേർഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്തെങ്കിലും മനസ്സിൽ എനിക്കൊന്നും അറിയില്ല. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ യൂസ് ചെയ്യുന്ന ഒരു വാക്കുമാണ് പറയുന്നത്. മുറിവുണക്കുക,
അല്ലെങ്കിൽ ഒരു നാശത്തെ ഇല്ലായ്മ ചെയ്യുക. ആ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ വെൽനെസ്, ഹീലിംഗ് ഇതൊക്കെ ഇപ്പോൾ ഈ ആധുനികമായിട്ട് വന്നതാണ്. അതെ. ഇംഗ്ലീഷിൽ പ്രോപ്പറായിട്ട് ക്യൂർ, യാ. അതേപോലെ സുഖപ്പെടുത്തുക. ഉം. പക്ഷേ അറിവുള്ള ഡോക്ടർമാർ പറയുന്നുണ്ട് ക്യൂർ റെയർലി എന്നാണ്. വല്ലപ്പോഴും കൂടിയൊക്കെ നമുക്ക് ഒരു രോഗത്തെ ബാഹ്യമായി Cure. സുഖപ്പെടുത്താൻ പറ്റൂ. പക്ഷേ കംഫർട്ട് മോസ്റ്റ്ലി ഉം. നിങ്ങൾ ആ പിന്നെ രോഗിയെ കംഫർട്ടബിൾ ആക്കുക. മാനേജ് ചെയ്യാനുള്ള യെസ്, അവസ്ഥ. അവൻ്റെ സ്വയം പ്രതിരോധ ശേഷി വളർത്താൻ സഹായിക്കുക. കൺസോൾ ഓൾവേസ് എന്നാണ്. എപ്പോഴും നിങ്ങളുടെ ആ നല്ല സന്തുഷ്ടാവസ്ഥയെ സ്നേഹത്തെ കൊടുത്ത് സമാശ്വസിപ്പിക്കുക. അങ്ങനെയെങ്കിൽ അവൻ്റെ പ്രതിരോധ ശേഷി എളുപ്പത്തിൽ പ്രവർത്തിച്ച് അവൻ രോഗമുക്തനായിക്കോളും. പ്രകൃതിയാൽ മരുന്നുകൾ എവിടെ പരാജയപ്പെടുന്നു അവിടെ നിന്നാണ് പിന്നെ ഇത്തരം അന്വേഷണങ്ങൾ തുടങ്ങുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ആധുനിക മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടാബ്ലറ്റ് കിട്ടും, ദെൻ വൈ ഷുഡ് ഐ ബോദർ? ക്വിക്ക് ഫിക്സ്. പക്ഷേ ക്വിക്ക് ഫിക്സിന് വഴങ്ങാത്തൊരു സാഹചര്യം നമുക്ക് മനസ്സിനും ശരീരത്തിനും വന്നേക്കാമെന്നല്ല, വരും. അത് മുന്നേ കണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നല്ല ഡോക്ടർമാർ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മുതിർന്നവർ അത് സ്വയം പരിപാലിക്കുകയും കുട്ടികളെ അതിലേക്ക് നയിക്കുകയും വേണം. ഇന്ന് നമ്മുടെ യങ് ജനറേഷൻ എന്തുകൊണ്ടാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാകുന്നതും അനുസരണയില്ലാതെ ഒരു അലച്ചിലിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം മാറുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ശരിക്കും മെച്യൂർഡ് കമ്മ്യൂണിറ്റിയാണ്. കുറേ ആളുകളുടെ അടുത്ത് സംസാരിക്കുകയും സംവദിക്കുകയും കോൺവെർസേഷൻസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. ആൾക്കാർക്ക് സ്ട്രെസ്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചെറിയ പരിമിതി ഉള്ളത്, സ്ട്രെസ്സിനെ കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരേണ്ട കാര്യമില്ല. സ്ട്രെസ് ഇറ്റ്സെൽഫ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്ട്രെസ്സിന് കാരണം. പിന്നെ സ്ട്രെസ്സിനെ കുറിച്ച് എങ്ങനെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക? അല്ല, ഇപ്പം ആളുകളുടെ അടുത്ത് പൊതുവെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയില്ലേ, എൻ്റെ ജോലി ഇങ്ങനത്തെ ഒരു ജോലിയാണ്, എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു പ്രഷറുള്ളൊരു ജോലിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര നമ്പേഴ്സ് കാണിക്കേണ്ട ഒരു ജോലിയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ എക്സാമാണ്. അങ്ങനെ നമ്മൾ വളരെ എന്താ പറയുക സർഫസ് ലെവലിലാണല്ലോ എല്ലാ സമയത്തും റീസൺസ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിൽ ഉള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇങ്ങനെയാണ് ഇതിനെടുക്കുന്നത്, പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഇപ്പം ഗുരുജി പറഞ്ഞ പോലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് സ്ട്രെസ് തന്നെ എന്നുള്ളിടത്ത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത് പലപ്പോഴും ഇങ്ങനെയാണോ? 100% ഇവർക്ക് അവരുടെ ബലം അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ സ്ട്രെസ് ഉള്ളത്. പ്രകൃതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാണനാണ് നമ്മുടെ ജീവനായി തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ ഓരോ നിമിഷവും ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതറിയുന്നില്ല നമ്മൾ, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും വിധിയെക്കുറിച്ച് പറയും. ആ വിധി ആരാ നിർണയിച്ചിരിക്കുന്നത്? അവനവൻ തന്നെയാണ്. ഞാൻ വിചാരിച്ചു ആരോ ആണ്. അവിടെ അതാണ് അജ്ഞത. ഈ അജ്ഞതയാണ് ഈ സ്ട്രെസ്സിൻ്റെ മൂല കാരണം. അതായത് ഞാൻ ഒരു അന്വേഷണം നടത്തി. ഈ ശിവയോഗമാണ് ഞാൻ പഠിച്ചത്, ശ്രീവിദ്യോപാസന. അപ്പോൾ ശ്രീവിദ്യോപാസനയിൽ നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിൽ നിന്ന് മനസ്സിനെ പുറകിലേക്ക് കൊണ്ടുപോകാം, ധ്യാനത്തിലൂടെ സൂക്ഷ്മരൂപത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധ ചെന്ന് നിൽക്കുന്നത് അമ്മയുടെ വയറിൽ നമ്മൾ ഒരു ജീവനായി പരിണമിക്കുന്നതാണ് ആദ്യ ഓർമ്മയിൽ വരുന്നത്. അതിനെ കപാലി എന്നാണ് വിളിക്കുന്നത്. കപാലീശ്വരൻ എന്നൊരു ദൈവം നമുക്കുണ്ട്. ശിവൻ്റെ 4 മാനിഫെസ്റ്റേഷനിൽ ഒരെണ്ണമാണ് കപാലീശ്വരൻ. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ തലയോട്ടിയൊക്കെ കയ്യിൽ വെച്ച് ഡാൻസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ കപാലികളെന്ന് കാപാലികരെന്നും വിളിക്കും. യഥാർത്ഥത്തിൽ കപാലീശ്വരൻ ശിവൻ്റെ ഒരു അവസ്ഥയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മെമ്മറി ബാക്കിലേക്ക് കൊണ്ടുപോയി നമ്മൾ അമ്മയുടെ ശരീരത്തിൽ ഒരു തലയോട്ടി ഫോം ചെയ്യുന്ന അവിടെ എത്തുന്നതാണ്. അതിൻ്റെയും പിന്നിൽ നമ്മുടെ ഓർമ്മ കൊണ്ടുപോയാൽ നമ്മൾ ഈ വിശ്വം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന രുദ്രനായി മാറും.
ദ യൂണിവേഴ്സ് ഈസ് നത്തിങ് ബട്ട് ബൊംബാർഡിങ് മോളിക്യൂൾസ്. കേട്ടിട്ടുണ്ടോ? നമ്മൾ വെറുതെ പരസ്പരം താടിച്ചുകൊണ്ടിരിക്കുന്ന തന്മാത്രകൾ, പാർട്ടിക്കിളുകളാണ്. അതെവിടെ നിന്നുണ്ടായി എന്ന് വീണ്ടും മനസ്സിനെ പുറകിലേക്ക് കൊണ്ടുപോയാൽ എവറിതിങ് ഈസ് ഇവോൾവ് ഫ്രം എ ബിഗ് ബാങ്. ഒരു ഭുങ്കാരത്തിൽ നിന്നുണ്ടായി. അവിടെ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ ഭൈരവനായി. ഓം ഭുർ ഭുവ സ്വഹ തത്സവിതുർവരേണ്യം, സൂര്യഗായത്രി മന്ത്രം ഈ ബിഗ് ബാങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അത് ആ ആഴത്തിൽ എത്തിയാൽ നമുക്ക് ഭൈരവാവസ്ഥ അനുഭവിക്കാൻ കഴിയൂ. ആ ഭൈരവാവസ്ഥയിൽ നിന്ന് വീണ്ടും മനസ്സിനെ പുറകിലേക്ക് കൊണ്ടുപോയാൽ അവിടെ നമ്മൾ മഹാദേവൻ എന്ന പാസീവ് എനർജിയെ അനുഭവിക്കും. ഇത് പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഞാൻ കരുതി ഇതൊരു എക്സാജറേഷനാണെന്ന്. ബട്ട് ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ ഇഫ് യു ക്യാൻ മെഡിറ്റേറ്റ് പ്രോപ്പർലി. ഈ മനസ്സിനെ നിങ്ങൾക്ക് പുറകിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ പാസീവ് എനർജിയിൽ നിന്ന് ഭൈരവനായും രുദ്രനായും കപാലിയായും ഇന്നത്തെ ഈ യോഗിശിവനായും ഇരിക്കുന്നത് ആരുടെ സൃഷ്ടി? എൻ്റെ സൃഷ്ടി. പക്ഷേ അമ്മയുടെ ദേഹത്ത് നിന്ന് നാം എംബലിക്കൽ കോഡ്, പൊക്കിൾക്കൊടി മുറിച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് വരുമ്പോൾ ആ പൊക്കിൾക്കൊടി മുറിയുകയും നമ്മുടെ വിൻ പൈപ്പ് തുറക്കുകയും ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത വിളി വിളിക്കും ന്യൂ ബോൺ ബേബി. കേട്ടിട്ടുണ്ടോ? ആദ്യം ജനിക്കുന്ന കുട്ടി ചെയ്യുന്ന കാര്യം എന്താ? അവൻ അലറി വിളിക്കും. അവൻ കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർ തല കീഴ എടുത്തിട്ട് തട്ടി അവനെ കൊണ്ട് നിലവിളിപ്പിക്കും. എന്തുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ചത്തുപോകും. അന്തരീക്ഷവായു, സ്ഥൂലവായു മൂക്കിലുകൂടി ഇടിച്ചങ്ങകത്ത് കയറണം. കയറുമ്പോഴേ ശ്വാസകോശം ഒന്ന് വികസിച്ച് പിന്നെ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുള്ളൂ, ഹൃദയം ബീറ്റ് ചെയ്ത് തുടങ്ങും. ഇത് പ്രാണനുള്ളിലേക്ക്, വിശ്വപ്രാണനുള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന മൃഗീയമായ വേദനയാണ്. അതാണ് ആ കുട്ടി നിലവിളിക്കുന്നത്. ഇതോടുകൂടി അവൻ്റെ അതുവരെയുള്ള ഓർമ്മ സബ് കോൺഷ്യസ് ലെവലിലേക്ക് മാറും. പിന്നെ അവൻ ഇന്ദ്രിയാത്മകമായി കാണുന്നു, കേൾക്കുന്നു, പുതിയൊരു ഡയമെൻഷനിലോട്ട് ട്രാപ്ഡായി പോകും. അവിടെയാണ് ഇവൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മറന്നു പോണത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾ സ്ട്രെസ്ഡ് ആകുന്നത് ഇവൻ്റെ മെമ്മറി ഇവന് ലോസ് ആയതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ധ്യാനത്തിലൂടെ ഇവൻ്റെ പഴയ മെമ്മറിക്ക് പോയാൽ ഇവൻ ചിരിക്കും. ഇതിനെയാണ് മൗനമന്ദഹാസം എന്ന് പറയുന്നത്. മൗനം എന്ന് പറഞ്ഞാൽ നിശബ്ദത. ദ മൊമെൻറ്റ് യു ലിസൺ യുവർ സൈലൻസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മുനിത്വം. മൗനമായിരുന്ന് നിശബ്ദതയെ കേൾക്കുന്ന അവസ്ഥയാണ് മൗനി അഥവാ മുനി. അപ്പോൾ ഇത് മുനി കാട്ടിലിരിക്കേണ്ട ആളാണ്. എല്ലാ ദിവസവും 10 മിനിറ്റെങ്കിലും നാം നമ്മുടെ മൗനത്തിലേക്ക് ബോധപൂർവം മനസ്സിനെ നയിച്ചാൽ ഈ അവസ്ഥ നമുക്ക് ഓർമ്മയിൽ നിന്ന് തെളിച്ചെടുക്കാം. അങ്ങനെ തെളിച്ചെടുക്കുന്ന ഒരു വ്യക്തിക്ക് അവനവനെക്കുറിച്ചൊരു അറിവുണ്ടാകും. അവന് യാതൊരു വേവലാതിയും ജീവിതത്തെക്കുറിച്ചുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരാളിന് ആ കുട്ടിയുടെ ഭാവി, ഭൂതം, വർത്തമാനം ഉള്ളിൽ നിന്ന് വാസനാപരമായി കണ്ടാൽ ഇവൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ബോധറേഷനും ഇവനുണ്ടാവില്ല. കാരണം നാളെക്കുറിച്ച് ഉറപ്പുള്ള എത്ര പേര് നമ്മുടെ മുന്നിലുണ്ട്? ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, നാളെ നമ്മൾ 2 പേരും ജീവിച്ചിരിക്കും എന്നുള്ളതിന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ല. ഈ ഉറപ്പില്ലാത്ത കാര്യത്തിനാണ് നമ്മൾ ഈ വേവലാതിപ്പെടുന്നത്. ശരിയല്ലേ? ഇതെന്തുകൊണ്ടാണ്? അജ്ഞത. എന്തിനെക്കുറിച്ചുള്ള അജ്ഞത? നമ്മുടെ യഥാർത്ഥ ഉണ്മയെക്കുറിച്ചുള്ള അജ്ഞത. അത് ഒരു ബാഹ്യശാസ്ത്രവും നമ്മെ പഠിപ്പിക്കില്ല. ആന്തരികമായിട്ടുള്ള ദൃഷ്ടി, അന്തർദൃഷ്ടി അഥവാ യോഗദൃഷ്ടി, 3-ാം കണ്ണ്. നിങ്ങൾ ഇവിടെ ഇന്ത്യയിൽ സ്ത്രീകൾ ഇവിടെ കുങ്കുമം തൊടും, പുരുഷന്മാർ ചന്ദനം തൊടും. എന്തിനാ? നമ്മുടെ 6th സെൻസ് ഇവിടെയായിരിക്കുന്നത്. സോ ബ്രൂർ മധ്യേ ശിവസ്ഥാനെ എന്നാണത് പറയുന്നത്. മനസ്തത്ര വിലീയതേ. നമ്മുടെ എല്ലാ ചിന്താതരംഗങ്ങളും അടങ്ങി 6-ാം ഇന്ദ്രിയം ആക്റ്റീവ് ആകുന്ന നമ്മുടെ പൂർവ്വബോധം അല്ലെങ്കിൽ ഭാവി ബോധം തെളിഞ്ഞു വരുന്ന കേന്ദ്രമാണിത്. അവിടെയാണ് സ്ത്രീകൾ കുങ്കുമം തൊടുമ്പോൾ ദേ വിൽ ബി അവെയർ ഓഫ് ദാറ്റ് പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. പുരുഷന് ചന്ദനമാണ് വേണ്ടത്, കാരണം അവൻ മാസ്കുലൈനാണ്. പക്ഷേ ചന്ദനം ഫെമിനൈനാണ്, കൂളിംഗ് ആണ്. ഇത് അവിടെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഉപാധികൾ അല്ലെങ്കിൽ സിമ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുരുക്കന്മാർ വലിയ വലിയ സയൻറ്റിഫിക് ഫാക്റ്റുകളെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്ട്രെസ്സിന് മൂല കാരണം നമുക്ക് നമ്മെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അതിൻ്റെ ഒറ്റമൂലി എല്ലാ ദിവസവും ഒരു ചിട്ടയായിട്ട്, ഒരു ശീലമായിട്ട് 24 മിനിറ്റ്, 5-10 മിനിറ്റ് തുടങ്ങുക. ഈ നമുക്കുള്ള 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ 1 മിനിറ്റ് വച്ച് 1 മണിക്കൂർ എടുക്കുക. അങ്ങനെ 24 മിനിറ്റ്, 1 നാഴിക എന്ന് പറയും.
24 മിനിറ്റാണ് ഒരു നാഴിക. ആഹാ. 60 നാഴിക ചേരുന്നതാണ് ഒരു ദിവസം. ഉം. ഈ 60 നാഴികയിൽ ഒരു നാഴിക നാം നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി സ്വസ്ഥമായി മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നാം കാണുന്ന സ്ട്രെസ് എന്നല്ല, ഉം. ഒരു രോഗവും ഒരു ദുഃഖവും നമ്മെ കീഴ്പ്പെടുത്തില്ല. പിന്നെ നമ്മളിന്ന് കാണുന്ന വലിയ സ്ട്രെസ്ഫുൾ ജോബ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ അജ്ഞത കൊണ്ടാണ് സ്ട്രെസ്ഫുൾ ആകുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി ആൽബർട്ട് ഐൻസ്റ്റൈൻ പോലും 3% മറ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ? നമ്മൾ ആ പൊട്ടൻഷ്യലിൻ്റെ 1% ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയേ. ഈ നിശബ്ദമായി ഇരിക്കുന്നതിലൂടെ നമുക്ക് ഈ ബ്രെയിൻ പൊട്ടൻഷ്യൽ കൂട്ടാൻ പറ്റും. മാത്രമല്ല, ഈ ബ്രെയിൻ വൈബ്രേഷൻസിനെ നമ്മുടെ ഹൃദയ തരംഗങ്ങളുമായി യോജിപ്പിക്കാൻ കഴിയും. യൂണിയൻ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ഹാർട്ട് ഈസ് കോൾഡ് യോഗ. ഇത് ഒരു ശീലമാക്കിയാൽ ഇന്ന് നാം കാണുന്ന ഒരു പ്രശ്നമല്ലാതാകും. പിന്നെ ഏത് വലിയ സന്തോഷവും അത്രയും വലിയ സന്തോഷവും അല്ലാതാകും. യു ഷുഡ് നോട്ട് ബി ക്യാരിഡ് അവേ വിത്ത് സിറ്റുവേഷൻസ്. അത് സന്തോഷമായാലും ദോഷം, അമിതമായാൽ ദോഷമാണ്. സങ്കടമായാലും അമിതമായ ദോഷമാണ്. യു മസ്റ്റ് നോ ഹൗ ടു മാനേജ് ഇറ്റ് ഈക്വലി. ഇങ്ങനെ സമമായി മാനേജ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന അവസ്ഥയാണ് സമ്യക് എന്ന് പറയുന്നത്. സമാധി, സമസ്ഥിതി, സമാധി. സമാധി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കണ്ണുമൊക്കെ ഇങ്ങനെ പിടിച്ച് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുന്ന അതല്ല. ജീവിതത്തിൻ്റെ ഗുണത്തെയും ദോഷത്തെയും വൈരുദ്ധ്യങ്ങളെ സമമായി ഹാൻഡിൽ ചെയ്യുന്ന അവസ്ഥയാണ് സമാധി, സമസ്ഥിതി. അത് നമ്മൾ അറ്റൈൻ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ പ്രഥമ ദൗത്യം ജീവിതത്തിൽ. അതിനൊരു ശീലം വേണം. നമ്മൾ സ്വയം ചെയ്യുക, നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുക, സമൂഹത്തിലത് പ്രചരിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് കാണുന്ന ഒരു ദുഃഖവും നമുക്കൊരു ദുഃഖമല്ലാതിരിക്കും. വലിയ സുഖമെന്ന് ധരിക്കുന്നതും വലിയ സുഖമാകാതിരിക്കും. അതൊരു വലിയ എന്താണ്, സമമായൊരവസ്ഥയാണ്, സുഖമുള്ളൊരവസ്ഥയാണ്. ഗുരുജിയുടെ ഒരു ഹീലിങ്ങിലേക്കും സ്പിരിച്വാലിറ്റിയിലേക്കും ഒക്കെയുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? അതൊരു വലിയ കഥയാണ്. എന്നൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഞാനൊരു അക്രമിയായ ബാലനായിരുന്നു. ആഹാ. ഹൈപ്പർ ആക്റ്റീവായിരുന്നു. ആ. എൻ്റെ അച്ഛനൊരു ആയുർവേദ വൈദ്യനായിരുന്നു. ഉം. അപ്പോൾ നാട്ടിലെ വലിയൊരു പ്രമാണിയായിരുന്നു. അപ്പോൾ അങ്ങനെ പൈസയുടെയും അറിവിൻ്റെയൊക്കെ ഒരു മധ്യത്താണ് ഞാൻ വളർന്നത്. പിന്നെ ജന്മനാ ഒരല്പം ഹൈപ്പർ ആയതുകൊണ്ട് Active. സ്കൂളിൽ നിന്നും പരാതി വീട്ടിൽ വരും. ആ. അച്ഛന് ഈ പൊതുകാര്യ പ്രസക്തനൊക്കെ ആയതുകൊണ്ട് പരാതിക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. ആ. അപ്പോൾ എൻ്റെ ഈ എക്സ്ട്രാ എനർജി നോട്ട് ചെയ്ത് അച്ഛനാണ് വെറുതെ എന്നെ ഇട്ട് തല്ലുന്നതിന് പകരം ഉം. കളരി അവിടെ ഒരു ലോക്കൽ ഒരാളുടെ അടുത്ത് പറഞ്ഞ് കളരി പഠിപ്പിച്ചത്. അപ്പോൾ കളരിയിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ എനർജി ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഞാൻ നല്ലൊരു കളരി ഉസ്താദായി. ഉം. തെക്കനും വടക്കനും ഗ്രാജുവലി ഉം. പഠിച്ചു. എൻ്റെ ഹൈസ്കൂൾ തലത്തിലാണ് ഈ എൻ്റർ ദി ഡ്രാഗൺ എന്നൊരു സിനിമ ഇറങ്ങി, ഓർമ്മയുണ്ടോ? ബ്രൂസിലി. ഉടനെ അതിലേക്ക് താല്പര്യം വന്നു. പിന്നെ കരാട്ടെ പഠിച്ചു, ആ. ബ്ലാക്ക് ബെൽറ്റായി. ആ. ബോക്സിങ്, ആ. സ്റ്റേറ്റ് ബോക്സിങ് ചാമ്പ്യനായിരുന്നു ഞാൻ, ആ. ലൈറ്റ് വെയ്റ്റ്. പിന്നെ വർക്കലേഴ്സും കോളേജിലെ ബെസ്റ്റ് ഡാൻസറായിരുന്നു, ഭരതനാട്യം, കുച്ചിപ്പുടി. അത് ശരി. അപ്പോൾ ഇത്രയൊക്കെ എന്ന് പറയുന്നത് ശരീരത്തെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അമിതമായി ഉപയോഗിച്ചിരുന്നു. അതെന്തിനാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഗൾഫിൽ പോയി. അവിടെ ഈ കരാട്ടെ പഠിപ്പിക്കാനാണെന്നുള്ള രീതിയിലാണ് ചെന്നത്. പക്ഷേ അപ്പോഴാണ് അവിടെ ഈ ജപ്പാനെന്നും കൊറിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള നല്ല എക്സ്പേർട്സ് ഉണ്ട്. അത് ശരി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ മുന്നിൽ എൻ്റെ കരാട്ടെ അത്ര പോരാ. അപ്പോൾ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, വീണുടം വിഷ്ണു ലോകം. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് മാറ്റി, ഞാൻ കളരി ആണ് എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ കളരി പെർഫോമൻസ് കണ്ടപ്പോൾ ഈ ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നൊക്കെ വന്ന കരാട്ടെ മാസ്റ്റർമാർ വളരെ ക്യൂരിയസുമായി അവർ ഭയങ്കരമായിട്ട് എന്നെ ബഹുമാനിക്കാൻ തുടങ്ങി. അത് ശരി. അതെനിക്ക് വലിയൊരു ആ. ബുദ്ധിമുട്ടായി. ആ. കാരണം ഞാൻ എന്തോ വലിയ മഹത്വത്തിൽ കാണുന്ന ആൾക്കാർ എന്നെ മഹാനെ പോലെ കണ്ടപ്പോൾ റിയലി ഐ ബിക്കേം കൺഫ്യൂസ്ഡ്. ആ. എനിക്ക് ഇത്രയും മഹത്വം ഉണ്ടോ? ആ. അതായത് ഞാൻ കളരിയുടെ ആചാര്യൻ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വക്താവായതുകൊണ്ടാണ് ആ ബഹുമാനം എനിക്ക് അവർ തന്നത്. കാരണം ലോകം മുഴുവൻ പഠിപ്പിച്ചിരിക്കുന്നത് കളരി ഈസ് ദ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ്. പിന്നെ ഇവർ ഈ കളരിയെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും ഭാരത പൈതൃകത്തെക്കുറിച്ചൊക്കെ എന്നോട് ഇവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇന്ത്യക്കാരന്
ഇന്ത്യക്കാരൻ അറിയില്ല. എന്തെന്നറിയില്ല. നമ്മുടെ മഹത്വം നമുക്കറിയില്ല. ആനയ്ക്ക് ആനയുടെ മഹത്വം അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇവരുടെ ചോദ്യങ്ങൾ എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ വർക്കല കോളേജിൽ SFIയുടെ വക്താവൊക്കെ ആയി ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും ഇതെല്ലാം വേണ്ട ഈ എന്ന് പറഞ്ഞ്. പ്രിമിറ്റീവ് മാൻ്റെ ഭയത്തിൽ നിന്നുണ്ടായ ഉടലെടുത്ത് വന്ന് ഇതാണെന്നൊക്കെ വെറുതെ പിള്ളേരെ മുമ്പ് ഷൈൻ ചെയ്യാനൊക്കെ പറയുമായിരുന്നു. പക്ഷേ എങ്കിലും അമ്മയുടെ ആ നിർദ്ദേശം, വൈകുന്നേരങ്ങളിൽ രാമനാമം ജപിച്ചാൽ മാത്രമേ ചോറ് കിട്ടുള്ളായിരുന്നു കുട്ടിയിലെ. പിന്നെ സർപ്പക്കാവുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ എല്ലാ മാസവും ആയില്യമൂട്ടിന് അമ്മയുടെ കൂടെ പോവും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ടുള്ള ഒരു ചിട്ടയിലാണ് വളർന്നു വന്നത്. പിന്നെ കളരി, യാതൊരു ചോദ്യത്തിനും അവിടെ പ്രസക്തിയില്ല. ആചാരങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുക. ലങ്കോട്ടി മുറുക്കുക, പിന്നെ കാവി മണ്ണും എണ്ണയും കൂടി ചേർത്ത് ദേഹത്തിടുക, വന്ദനം, പിന്നെ അങ്ങോട്ട് കയറുക. അവിടെയൊക്കെ നമ്മൾ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വക്താവ് എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഈ ഒമാനിൽ ഈ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിലൊക്കെ എന്തോ ഉണ്ട് എന്നൊരു തോന്നലും, പിന്നീട് ഈ കളരിയുടെ ആ ഒരു മർമ്മ ചികിത്സ, എനിക്ക് ഈ തൊടുമർമ്മം പടുമർമ്മമൊക്കെ ആശാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴുത്ത് വേദന, നടുവേദന, സന്ധി വേദനയൊക്കെ എന്നെ സംബന്ധിച്ചോളം പിള്ളേർ കളിയാണ്. പക്ഷേ അവിടെ വലിയ വലിയ ആശാന്മാർക്കെല്ലാം നടുവേദന, കഴുത്ത് വേദനയൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ എന്നെ വിളിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ മർമ്മത്തിൽ 2 കുത്തും, 2 പിടിയും തിരിയും, എണ്ണയിട്ടൊരു ഒഴിച്ചിൽ, ഇവന് രോഗം മാറി. അപ്പോൾ പെട്ടെന്ന് കാട്ടുതീ പോലെയാണ് എൻ്റെ പ്രശസ്തി അവിടെ വന്നത്. ദ ഗായ് വിത്ത് മാജിക് ഫിംഗേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ വലിയ വലിയ തലങ്ങളിലേക്ക് ആൾക്കാർക്ക് പണം കൊണ്ടും അധികാരം കൊണ്ടും ആ മണി പവറും മസിൽ പവറും കൊണ്ടും എന്തും നേടാൻ കഴിയുന്ന ആൾക്കാരാണ് അവിടുത്തെ വലിയ പണക്കാർ, പ്രത്യേകിച്ചും റോയൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ലോകത്തുള്ള എന്തും അവർക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇവർ വളരെ നിരാശാജനകമായ രീതിയിൽ പരാജയപ്പെടുന്ന 2 സന്ദർഭങ്ങൾ ഞാൻ കണ്ടു നേരിട്ട്. രോഗവും മരണവും. പണം കൊണ്ടും അധികാരം കൊണ്ടും ഇത് രണ്ടുമേ മാനേജ് ചെയ്യാൻ കഴിയില്ല. അവരുടെ ആ ഒരു ദയനീയാവസ്ഥ, കണ്ണിലെ ആ ഒരു നിസ്സഹായാവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ ഞാനും എന്നോട് തന്നെ പറഞ്ഞു, നീയും ലോകത്തിൻ്റെ മുന്നിൽ വീഴും, മരണം നിന്നെ കീഴടക്കും. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ മരണത്തിന് എന്നെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ചിന്ത എൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി. പിന്നീട് ഒരു 6 മാസത്തിനകത്ത് ഞാൻ ഒമാൻ വിടുകയാണ് ചെയ്തത്. ഫ്ലാറ്റിൻ്റെ കീയും കാറിൻ്റെ കീയും കൂടെ കൊണ്ട് ചേട്ടൻ്റെ കൊടുത്തു. അപ്പോൾ അണ്ണൻ എന്നോട് ചോദിച്ചു, നീ എവിടെ പോകണം? ഞാൻ സന്യസിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അണ്ണനെ ഉടനെ ഫോൺ എടുത്ത് വെച്ച് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മ ഇവന് ഭ്രാന്തായി എന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ കാശുണ്ടാക്കി ഗൾഫിൽ ജീവിച്ചൊരു മനുഷ്യൻ പെട്ടെന്ന് സർവ്വം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ സന്യാസം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പം മനസ്സിൽ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് മരണത്തെ കീഴടക്കണം, എനിക്ക് മരണത്തിന് മുന്നിൽ പരാജയപ്പെടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്ന് ഞാൻ അമരത്വത്തിൻ്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു പണ്ഡിതരായിരുന്നു. അപ്പോൾ എന്ത് നോക്കിയാലും, പിന്നെ അമർ ചിത്രകഥ കുട്ടിയിലെ വായിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമായിരുന്നു. അപ്പോൾ എന്തായാലും അമരത്വമുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇനി അത് അന്വേഷിക്കണം. അപ്പോൾ ഈ ഫോറിനേഴ്സിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് അവർക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ കഴിവിൻ്റെ പരമാവധി പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായി, സംതിങ് ഈസ് ബിയോണ്ട് അവർ മൈൻഡ്. നമ്മുടെ സാധാരണ ബോധത്തിനപ്പുറം എന്തോ നമ്മുടെ ഭാരത പൈതൃകത്തിലുണ്ട്, അത് നാശത്തിന് അതീതമാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ സന്യാസം സ്വീകരിച്ച് കാഷായം കൊടുത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നു. കാഷായം കൊടുത്താലേ സന്യാസിയാവൂ എന്നൊരു ധാരണയായിരുന്നു. ഒടുവിൽ ഗുരുവിനെ കണ്ടെത്തുന്നു. അദ്ദേഹം ശ്രീവിദ്യാമാർഗം കുണ്ടലിനി യോഗയിൽ ദീക്ഷ തരുന്നു. പിന്നീട് ഞാൻ വനവാസത്തിന് പോകുന്നു. 4-4.5 വർഷം കാട്ടിൽ താമസിച്ചു. അത് വേറൊന്നിനുമല്ല, ശ്വാസത്തെ നിയന്ത്രിച്ച് അതിനെ നിശ്ചലമാക്കിയാൽ മരണം എന്ന പ്രതിഭാസത്തെ നമുക്ക് നേരിട്ടറിയാം. അറിഞ്ഞുകൊണ്ട് മരിക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അറിയാതെ മരിക്കുന്നതാണ് സാധാരണ നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ അനുഭവപ്പെട്ടപ്പോൾ വൺ ഡേ ഐ കുഡ് സീ മൈ ബോഡി ആസ് ഐ സീ യു. ഒരു വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതായത് വിദേഹാവസ്ഥ എന്ന് പറയും, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഓർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്.
ഈ ICUവിലൊക്കെ കിടന്നിട്ടുള്ള ചില ആൾക്കാരുടെ അനുഭവം പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. അവരിങ്ങനെ പുറത്ത് പോയെന്നും ആൾക്കാർ കരയുന്നതൊക്കെ കണ്ടു എന്നും ഒരു ഗുഹയിലൂടെ പോയെന്നൊക്കെ അവരിങ്ങനെ പറയും. അത് രോഗം. രോഗം കൊണ്ട് മരണം സംഭവിക്കാം. പക്ഷേ യോഗം കൊണ്ടും കോൺഷ്യസ് ആയിട്ട് യെസ് യു ക്യാൻ ക്രിയേറ്റ് ഡെത്ത്. ഇങ്ങനെ ശ്വാസത്തെ നിയന്ത്രിച്ച് രോഗിയാക്കി എന്നിട്ട് രോഗം മൂർച്ഛിച്ച് അല്ലെങ്കിൽ മൂർച്ഛിപ്പിച്ച് നിങ്ങൾക്ക് ദേഹത്തിന് പുറത്ത് വരാൻ പറ്റും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് യോഗം. ദി അതർ വൺ ഈസ് രോഗം. രോഗം. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് വൈ പീപ്പിൾ ആർ ക്രൈയിങ്. ഇത് മരണത്തെ പോലും നമുക്ക് അതിജീവിക്കാൻ ഇത്ര ചെറിയ ഒരു സാധനം കൊണ്ട് കഴിയുമെങ്കിൽ പിന്നീട് ഞാൻ കണ്ട ഈ ഒരുപാട് രോഗികളെ കണ്ട് കൺഫ്യൂസ്ഡ് ആവുന്നവരെ കണ്ട് ആത്മഹത്യ ചെയ്തവരെ കണ്ട് ഇതൊക്കെ ജീവിതത്തെ നിയന്ത്രിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ ഉള്ള പരാജയങ്ങളാണ്. സോ പരാജയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത എനിക്ക് ഞാൻ പരാജയമില്ലാത്തൊരവസ്ഥ കണ്ടെത്തിയപ്പോൾ അത് ഇനി എത്രയും എൻ്റെ കഴിവിൻ്റെ പരമാവധി സമൂഹവുമായിട്ട് പങ്കുവെക്കണം എന്ന ആ ഒരു ചിന്തയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നാണ് പിന്നെ ഇന്നത്തെ ഞാനായത്. കാഷായമൊക്കെ ഉപേക്ഷിച്ചു. കാരണം കാഷായം ഉപേക്ഷിക്കാതെ കാഷായത്തിൽ വെച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാർ വളരെ ഭക്തിയോടെ കേട്ട് എന്നിട്ട് ഞാനങ്ങ് പോകുമ്പോൾ അവരും ഒന്ന് കളയാണ്. കാരണം ദേ ബിക്കം സ്കെയർഡ്. അതായത് ഒരു സന്യാസിക്ക് ഇത് എന്തും പറയാം, പിന്നെ പതുക്കെ അപ്പുറത്ത് മാറി പറയുന്നതും ഞാൻ കേട്ട് ചിലർ. അദ്ദേഹത്തിന് അതൊക്കെ പറയാം, കാരണം ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ, നമുക്ക് ജീവിക്കണ്ടേ. യെസ്, അതൊരു പ്രാക്ടിക്കൽ ലെസണാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു അവരിൽ ഒന്നായി നിന്നുകൊണ്ട് സമൂഹത്തിലെ ഒരു ജീവിയായി നിന്നുകൊണ്ട് ഈ ആശയത്തെ അവതരിപ്പിക്കാം. കേൾക്കുന്നവർ കേൾക്കട്ടെ. അങ്ങനെയാണ് ഞാൻ കാഷായം ഉപേക്ഷിച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനായി വേഷം ധരിച്ചു, കല്യാണം കഴിച്ചു, ബിസിനസ് തുടങ്ങി. പിന്നെ ഇപ്പോൾ സമൂഹത്തിലെ ഒരു അച്ഛനും കൂട്ടുകാരനും സഹോദരനും പിന്നെ എന്താണ് സമൂഹത്തിൽ ഏതൊക്കെ ആകുന്നു എല്ലാം ആയിക്കൊണ്ട് എന്നാൽ ഉള്ളിൽ സന്യാസിയായി ജീവിക്കുന്നു. അതാണ് ഞാൻ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് പൊതുവേ തന്നെ ലൈഫ് ഫിലോസഫിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കും ഇതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എസ്പെഷ്യലി സ്ട്രെസ്സിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തെങ്കിലും ഇൻറ്റിമസി വില്ലേജിൽ വരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമസ്തേ. നമസ്തേ.